Hello all, welcome back. It's me, Srijit Kemara. Today, we are going to discuss the short story The Eyes of the Cat by the world famous Indian children's story writer Ruskin Bond. നിങ്ങളുടെ കഥകൾ വലിയ സ്കെയറി ഒന്നുമല്ല, അധികം സ്കെയറി ഫാക്ടേഴ്സ് നിങ്ങളുടെ കഥയിലില്ല എന്നൊരു സ്കൂൾ കുട്ടി റസ്കിൻ ബോണ്ടിൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി റസ്കിൻ ബോണ്ട് എഴുതിയ കഥയാണ് ദ ഐസ് ഓഫ് ദ കാറ്റ്, ഒരു സ്കെയറി ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. അത് ആ കുട്ടിക്ക് റസ്കിൻ ബോണ്ട് വായിക്കാൻ കൊടുക്കുകയും ആ കുട്ടി നോട്ട് ബാഡ് എന്ന് പറഞ്ഞ് 7/10 റേറ്റിംഗ് കൊടുക്കുകയും ചെയ്തു എന്ന് റസ്കിൻ ബോണ്ട് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് ഒരു കുറിപ്പായിട്ട് എഴുതുകയുണ്ടായി. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സ്കെയറി സ്റ്റോറി ഫ്രം the world famous writer Ruskin Bond. In this video, I would be discussing about the summary, the settings, the characterization, the complete analysis, all the themes, the plot structure, and the tone of the short story, The Eyes of the Cat. So let's move on to the video. ഇതിൻ്റെ സമ്മറി പറയുകയാണെങ്കിൽ, കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് വില്ലേജ് ഗേളിൻ്റെ ഒരു റെസീലിയൻസിൻ്റെ സ്റ്റോറിയാണ് ബേസിക്കലി, ഇഫ് ഐ ടെൽ ഇറ്റ് ഇൻ എ സിംഗിൾ ലൈൻ. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വളരെ പവർഫുൾ ആയിട്ടാണ്. ദ സ്റ്റോറി സ്റ്റാർട്ട്സ് ലൈക്ക് ദാറ്റ്. ഹെർ ഐസ് സീം ഫ്ലെക്ഡ് വിത്ത് ഗോൾഡ് വെൻ ദ സൺ വാസ് ഓൺ ദം. അവളുടെ കണ്ണുകൾ സൂര്യരശ്മി പതിച്ചപ്പോൾ തിളക്കം ഉണ്ടായി, അല്ലെങ്കിൽ തിളങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. സോ റസ്കിൻ ബോണ്ട് ഇസ് ടെല്ലിങ് അബൌട്ട് എ പവർഫുൾ ക്യാരക്ടർ, ഓർ മോർ ലൈക്ക് എ സ്കൂൾ ഗേൾ നെയ്മഡ് കിരൺ. കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്വർണ്ണ നിറമുള്ള കണ്ണുകളിലൊരു പെൺകുട്ടിയുടെ കഥയാണത്. അപ്പോൾ ഈ കഥയിൽ ബേസിക് സമ്മറി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കുട്ടി ഷീസ് പൂറർ ദാൻ മോസ്റ്റ് ഓഫ് ദ ഗേൾസ് ഇൻ ഹെർ ക്ലാസ്. അവൾക്ക് ട്യൂഷൻ ഫീസ് അഫോർഡ് ചെയ്യാനുള്ള കാശൊന്നും ഉണ്ടായിരുന്നില്ല. 9ൽ നിന്ന് 10ലോട്ട് കിടക്കണമെങ്കിൽ എന്തായാലും ട്യൂഷൻ ഫീസ് കെട്ടണം എന്ന് പറഞ്ഞ ടീച്ചർ അവളെ ഇൻസൾട്ട് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞ് അവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ്, യു ക്യാൻ ഫൈൻഡ് അനദർ സ്കൂൾ, എ സ്കൂൾ വേർ ഇറ്റ് വോണ്ട് മാറ്റർ ഇഫ് യുവർ ബ്ലൗസ് ഇസ് ടോൺ ആൻഡ് യുവർ ട്യൂണിക് ഈസ് ഓൾഡ് ആൻഡ് യുവർ ഷൂസ് ആർ ഫാളിങ് അപ്പാർട്ട്. അപ്പോൾ നീ വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് മാറിക്കോ, അതായിരിക്കും നല്ലത്. അതാവുമ്പോൾ ആ സ്കൂളിൽ എങ്ങനത്തെ സ്കൂളിലേക്ക് നീ മാറണം, നിൻ്റെ ബ്ലൗസ് കീറിയത് അവർക്കൊരു ഇഷ്യൂ ആവരുത്, നിൻ്റെ ഡ്രസ്സ് പഴയതാണെന്നുള്ളത് അവർക്കൊരു ഇഷ്യൂ ആവരുത്, നിൻ്റെ ഷൂസ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എന്നുള്ളതൊന്നും മൈൻഡ് ചെയ്യാത്ത ഏതെങ്കിലും സ്കൂളിലോട്ട്, അത്രയും ഒരു മോശം സ്കൂളിലോട്ട് നീ മാറിക്കോ എന്ന് പറഞ്ഞ് മാഡം ഇൻസൾട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാ പല്ലും കാട്ടി ആ മാഡം പിള്ളേരുടെ മുമ്പിലൊന്ന് ചിരിക്കുകയാണ്. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് സൈക്കോ ഫാൻസി, ലൈക്ക് ഷീ ഈസ് ട്രൈയിങ് ടു ബൂട്ട്ലിക്ക്. അവിടെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ കാശുള്ളവരായിരിക്കും, അപ്പോൾ കാശുള്ള വീട്ടിലായിരിക്കും. അപ്പോൾ ഇതൊരു ഇൻസൾട്ട് എന്നുള്ള രീതിയിൽ വേറെ ആർക്കും അങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു തമാശയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ടീച്ചർ അങ്ങോട്ട് ചിരിക്കുകയാണ്. അവിടെ ആ ടീച്ചറുടെ ആ ഒരു ക്യാരക്ടർ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റും. അങ്ങനെ ടീച്ചറുടെ ഇൻസൾട്ട് മുഴുവൻ കേട്ട് കിരൺ എന്നുള്ള പെൺകുട്ടി അവളുടെ 2 കമ്പാനിയൻ ആരതിയും സുനിതയുടെ ഒപ്പം തിരിച്ച് വീട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ അവിടെ ആരതിയും സുനിതയും കിരണിനെ മാക്സിമം എന്താ പറയുക, ഒരു കമ്പാഷനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് പറയാണ്, ഓ ടീച്ചർ ഭയങ്കര മോശമാണ്, ആ ടീച്ചർ വേറെ ഒന്നും കൺസിഡർ ചെയ്യില്ല, ടീച്ചറെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, നീ അതൊന്നും കേൾക്കണ്ട, അതൊന്നും വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ കിരണിനെ ആരതിയും സുനിതയും. പക്ഷെ കിരൺ ഇതൊന്നും കേൾക്കാത്ത രീതിയിൽ കുറച്ച് ഇടവിട്ട് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. നിലാവുള്ള രാത്രി, ഈവനിങ് ഫുൾ മൂൺ ആണ് എന്ന് മനസ്സിലാക്കി കിരണിനൊരു സ്പെഷ്യൽ ഫീലിംഗ് തോന്നി എന്നാണ് അവിടെ പറയുന്നത്. ഹെർ ബ്ലഡ് tingle and her skin prickle and her hair glow and send out spark. അപ്പോൾ ആ ഒരു മൂൺലൈറ്റ് കിട്ടിയപ്പോൾ കിരൺ ഇത്രയും കൂടിയും ഹാപ്പിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ റസ്കിൻ ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു ഫോർക്ക് എത്തിയപ്പോൾ, ഒരു റോഡിലൊരു ഡിവിഷൻ എത്തിയപ്പോൾ കിരൺ പറയാണ്, ഐ എം ടേക്കിംഗ് ദ ഷോർട്ട് കട്ട് ത്രൂ ദ ഫോറസ്റ്റ്.
അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ സഡനായിട്ട് പെട്ടെന്ന് മുന്നോട്ട് പോവാണ്. ദേ ന്യൂ ഷി വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് ബീങ് അലോൺ ഇൻ ദ ഡാർക്ക്. പക്ഷേ ആ ഒരു കിരണിൻ്റെ മൂഡ് ഇങ്ങനത്തെ ആയതുകൊണ്ട് അവർക്കൊരു ചെറിയ പേടിയില്ലാതെ ഉണ്ടായിരുന്നില്ല. സോ കിരൺ അങ്ങനെ ഡാർക്ക് ഫോറസ്റ്റിലൂടെ നടന്നു പോവാണ്. ജക്കാൾസ് ഹൗൾ ചെയ്യുന്നുണ്ട് ആ നൈറ്റിൽ. ഓൾ ഓഫ് എ സഡൻ അവൾ കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ, ആ ഔട്ട്സ്കേർട്ട് ഓഫ് ദ വില്ലേജിലേക്ക് എത്തുമ്പോൾ അവൾ ഡിന്നർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ റൂമിലോട്ട് ചെല്ലാണ്. ആൻഡ് ദർ ഈസ് സംതിങ് ഗ്രേറ്റ് ഗോയിങ് ഓൺ ആൻഡ് ഐ വിൽ റീഡ് ദ ലൈൻ ഫ്രം ദ ഷോർട്ട് സ്റ്റോറി ഇറ്റ് സെൽഫ് സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. Refusing her dinner, she went straight to her small room and flung the window open. Moonbeams crept over the windowsill and over her arms, which were already covered with golden hair. Her strong nails had shredded the rotten wood of the windowsill. Tail swinging and ears pricked, the tawny leopard came swiftly out of the window, crossed the open field behind the house, and melted into the shadows. A little later, it padded silently through the forest. Kiran has completely transformed into a leopard. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ചന്ദ്രവെളിച്ചത്തിൽ റൂമിലേക്കെത്തി കിരൺ ഉടനെ ഒരു ലെപ്പേർഡായി മാറുക എന്ന് ഇവിടെ പറയുന്നുണ്ട്. നേരെ ആ ലെപ്പേർഡ് ചെല്ലുന്നത് എങ്ങോട്ടാണ്? ടീച്ചറുടെ വീട്ടിലോട്ട്. ഒരു അനുസരണീയുള്ള ഒരു സ്കൂൾ ഗേളിനെ പോലെ ടീച്ചറുടെ വീടിന് മുമ്പിൽ അവൾ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ദിസ് ഈസ് സംതിങ് ദ പീക്ക് ഓഫ് റസ്കിൻ ബോണ്ട്സ് ലാംഗ്വേജ്. റസ്കിൻ ബോണ്ട് ആ ലെപ്പേർഡിനെ ഒരു ഒബീഡിയൻറ്റ് സ്കൂൾ ഗേൾ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആൻഡ് ദ ഫൺ ഫാക്ട് ഈസ് ദാറ്റ് കിരൺ ഈസ് ദാറ്റ് ഒബീഡിയൻറ്റ് സ്കൂൾ ഗേൾ. ഐ വിൽ റീഡ് ദോസ് ലൈൻസ്. There were still a few people in the street, and while no one could help notice Madam, who had the contours of the stream rule, none saw or heard the predator who had slipped down a side alley and reached the steps of the teacher's house. It sat there silently, waiting with all the patience of an obedient schoolgirl. അങ്ങനെ ടീച്ചറുടെ മുമ്പിൽ ഒരു ലെപ്പേർഡ് ഒരു സ്കൂൾ ഗേളിനെ പോലെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് മാഡം വന്നു എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ മാഡത്തിന് വായിൽ നിന്ന് ശബ്ദമെടുക്കാൻ പോലും, അവളെ ഇൻസൾട്ട് ചെയ്യാൻ ഉപയോഗിച്ച ആ വായിൽ നിന്ന് ഒരു ഇറ്റു അല്ലെങ്കിൽ ഒരു തുണ്ട് ശബ്ദം പോലും വരാതെ നേരെ അവളുടെ ടങ്ങിലോട്ട് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. ദെൻ ആ നെക്ക് ബ്രോക്കാക്കുകയാണ്. ത്രോട്ടിൽ ചാടി പിടിച്ച് കഴുത്തൊടിച്ച് അവളെ ആ ബുഷസിലോട്ട്, ആ ടീച്ചറെ ബുഷസിലോട്ട് വലിച്ചഴച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. പിറ്റത്തെ ദിവസം ആരതിയും സുനിധിയും ചിലപ്പോൾ എന്നത്തെയും പോലെ തന്നെ കാഷ്വലായിട്ട് കിരണിൻ്റെ കോട്ടേജിന് മുമ്പിൽ, വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കിരൺ റെഡി ആയിട്ടില്ല. കിരൺ അവളുടെ നീണ്ട കറുത്ത മുടികൾ കോമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരതിയും സുനിധിയും ചോദിച്ചു, നീ എന്താ ഇന്ന് സ്കൂളിലേക്ക് വരുന്നില്ലേ എന്ന്. ഏയ് ഐ ഡോണ്ട് ബോദർ എന്ന് പറഞ്ഞു. ഐ വോണ്ട് ബോദർ ടു ഗോ ടുഡേ. ഇന്ന് എനിക്ക് പോകാനൊരു മനസ്സില്ല, അല്ലെങ്കിൽ ഒരു ഒരു ഹെസിറ്റൻസ് അവൾ കാണിക്കുകയാണ്. ലൈക്ക് എ കണ്ടൻറ്റഡ് ക്യാറ്റ്. അപ്പോൾ ആരതി പറയാണ്, മാഡം വോണ്ട് ബി പ്ലീസ്ഡ്, നിനക്ക് വയ്യാന്നിട്ട് പറയണോ? അപ്പോൾ കിരൺ ഒരു കള്ളച്ചിരിയോട് കൂടിയിട്ട് ഒരു മിസ്റ്റീരിയസ് സ്മൈലോട് കൂടി പറയാണ്, ഇറ്റ് വോണ്ട് ബി നെസസറി. ഐ ആം ഷുവർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഹോളിഡേ. ഇന്ന് മുടക്കായിരിക്കും എന്ന് കിരൺ പറയാണ്. ദാറ്റ് ഈസ് വേർ ദ സ്റ്റോറി എൻഡ്സ്. ഇതൊരു ഡ്രീമാണെന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ കിരൺ ഞെട്ടി എണീക്കുകയും വിഷമത്തോടുകൂടി വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു യൂഷ്വൽ സ്റ്റോറിയായി മാറിയേനെ. ബട്ട് കീപ്പിംഗ് ദ ഫിക്ഷൻ ഇൻടാക്റ്റ്, ഇത് നടന്നു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവിടെ ആ സ്റ്റോറിയുടെ ആ ഒരു ത്രില്ല് വരുന്നത്. റസ്കിൻ ബോണ്ട് ആ കിരൺ എന്നുള്ളൊരു ക്യാരക്ടറിനെ അത്ര മേൽ ആ ഒരു ഹെർ സെൻസ് ഓഫ് ലിബറേഷൻ ആൻഡ് സ്ട്രെങ്ത് അണ്ടർ ദ മൂൺലൈറ്റ് ഇസ് ബീങ് റിഫ്ലക്റ്റഡ് ഹിയർ. There is a clear reflection of her inner connection to the wild and untamed aspect of nature. അതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു മിസ്റ്റീരിയസ് സ്മൈൽ എന്ന് പറയുന്നത് ഒരു ന്യൂ ഫൗണ്ട് സെൻസ് ഓഫ് പവർ ആൻഡ് കൺട്രോളാണ്. അതായത് അവളുടെ കാര്യങ്ങൾ, ഷീസ് ടേക്കൺ മാറ്റർ ഇൻ ടു ഹെർ ഓൺ ഹാൻഡ്സ്. ഷീ റിഫ്യൂസസ് ടു ബി ദ ഒപ്രസ്ഡ്. അവളെ ഒപ്രസ്സാക്കാനുള്ള ടീച്ചറുടെ മനസ്സിനെ
അവള് തച്ചടച്ചുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഷീസ് റീക്ലെയിമിങ് ദ പവർ ആൻഡ് ഏജൻസി. ഒരു വെഞ്ചൻസാണ് അവിടെ കാണിക്കുന്നത്, ഒരു ഒരു ജസ്റ്റിസ്, എംപവർമെൻറ്റ്, ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു ബോൾഡ് വാരിയറാണ് കിരൺ എന്നുള്ള രീതിയിലാണ് ഇവിടെ എടുക്കുന്നത്. ഇതിൻ്റെ ഡീപ്പ് അനാലിസിസിലോട്ട് പോകുമ്പോൾ ക്യാരക്ടറൈസേഷൻ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിരൺ ഇസ് പോർട്രേഡ് ആസ് എ റെസീലിയൻറ്റ്, ഡിറ്റർമൈൻഡ് ആൻഡ് റിസോഴ്സ്ഫുൾ, refusing to be oppressed by the societal expectations. Madam represents the oppressive force that Kiran must confront and ultimately overcome. അവിടെ മാഡത്തിൻ്റെ ഇൻസൾട്ടിനെ അതിജീവിച്ചുകൊണ്ട് ആ റെസീലിയൻസ് കാണിക്കുകയാണ് കിരൺ ചെയ്യുന്നത്. ആ സിംബോളിസം ഒക്കെ ക്ലിയർ ആണ് അവിടെ. ആ ഒരു മൂൺ ലൈറ്റ്, കിരണിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു കണക്ഷൻ ടു ദ നേച്ചർ, റീക്ലെയിമിങ് ദ പവർ ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ലീനിയർ നെറേറ്റീവ് സ്ട്രക്ചറിൽ എടുത്തിട്ടുള്ളൊരു പ്ലോട്ട് സ്ട്രക്ചറാണ് ഇവിടെ. അത് കിരണിൻ്റെ ജേണി തന്നെയാണ് അതിൻ്റെ സെൻട്രൽ ഫോക്കസ്. ക്ലൈമാക്സ് എന്ന് പറയുന്നത് കിരൺ ആ റിവെഞ്ച്, മാഡത്തിനെതിരെയുള്ള റിവെഞ്ച് എടുത്തു എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ലുക്കിംഗ് അറ്റ് ദ തീംസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ക്ലിയർലി റെസീലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. ആ കിരണിൻ്റെ റെസീലിയൻസും ആ കിരണിൻ്റെ ഡിറ്റർമിനേഷനും, ആ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള ഡിറ്റർമിനേഷനൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് എംപവർമെൻറ്റ് ഇസ് ഓൾസോ സീൻ. അവളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടു ലെപ്പേർഡ് എന്ന് പറയുന്നത് ഒരു ന്യൂ ഫൗണ്ട് പവറാണ്. ഷീ ഈസ് ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് ഹെർ പവർ. She is understanding that she has a lot of power and potential, is trying to control her power. ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ കുട്ടികളെ സ്കൂളിലേക്ക് നിർത്തുന്നതിന് പകരം നീ ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും പൊക്കോ, നിനക്ക് കാശില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എഡ്യൂക്കേഷൻ ഇവിടെ തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന ആ ഒരു ടീച്ചറിനെ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് എതിരാണ് ഇവിടെ കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് ഗേൾ, ഒരു പാവം പെൺകുട്ടിയുടെ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. ഷീ ഈസ് ക്ലിയർലി ടേക്കിംഗ് തിങ്സ് ടു ഹെർ ഹാൻഡ് ഇസ് വാട്ട് വി ക്യാൻ സീ. കംപ്ലീറ്റ്ലി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ മൂഡ് ഷിഫ്റ്റ്സ് ഫ്രം ആങ്കർ ആൻഡ് ഡിഫിയൻസ് ടു എംപവർമെൻറ്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഒരു എംപവേർഡ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. ആ മാഡത്തിന് അങ്ങനെ കിട്ടണം, അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു രീതിയിലോട്ട് റസ്കിൻ ബോണ്ട് അതിനെ കൊണ്ടുവരാണ്. ഓവറോൾ കിരൺ ഈസ് ദ യങ് വാരിയർ, which is a compelling story that explores the themes of resilience, empowerment, social justice, offering valuable insight into the human experience. This is such a fun story to watch, a little bit scary, all satisfying, and I hope you understood the deep down thoughts on the character dynamics of Kiran and teachers, and the power dynamics and social relationships going on in this short story.